ഞാനിന്ന് സിമൻറ്റ് പൂച്ചട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ പൂച്ചട്ടി ഉണ്ടാക്കാനായിട്ട് 2 ഭാഗം മണലും 1 ഭാഗം സിമൻറ്റുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 12 ചിരട്ട മണലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 6 ചിരട്ട സിമൻറ്റും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. 1/3 സിമൻറ്റ് ഇട്ട് നമ്മൾ ഈ പൂച്ചട്ടി ഉണ്ടാക്കിയില്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. നല്ല ഉറപ്പുള്ളതായിട്ട് കിട്ടണമെങ്കിൽ 1/3 സിമൻറ്റ് ഇടേണ്ടി വരും. പ്ലാസ്റ്റിക് ചട്ടിയൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റിംഗ് ഉണ്ടാവില്ല. നമ്മൾ പൂച്ചട്ടി മേടിക്കുമ്പോൾ ഈ സിമൻറ്റിൻ്റെ ആണെങ്കിൽ നമുക്കത് ലാസ്റ്റിംഗ് ഉണ്ട്, കുറേ അധികം നാൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. ആ സിമൻറ്റും മണലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് സിമൻറ്റ് എല്ലായിടത്തും ചെല്ലണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഈ വലിയ ബക്കറ്റും ചെറിയ ബക്കറ്റ് നമുക്ക് ഇറക്കി വയ്ക്കാൻ പാകത്തിന് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടണം. ആദ്യം വലിയ ബക്കറ്റിൽ നമുക്ക് എണ്ണ പുരട്ടേണ്ടതാണ്. വലിയ ബക്കറ്റിൻ്റെ അകത്ത് ചുവട് ഉൾപ്പെടെ അകത്ത് മുഴുവനും എണ്ണ പുരട്ടണം. അകത്ത് നന്നായിട്ട് എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ബക്കറ്റിൻ്റെ പുറമെയാണ് എണ്ണ പുരട്ടേണ്ടത്. ചുവട് ഉൾപ്പെടെ പുറമേ എണ്ണ പുരട്ടണം. അതിന് ശേഷം ആണ് നമ്മൾ സിമൻറ്റ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. വെള്ളമൊഴിച്ച് സിമൻറ്റ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് സിമൻറ്റിൽ വെള്ളമൊഴിച്ച് ആ പരുക്കൻ തയ്യാറാക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ പിന്നെ വെള്ളം ഒഴിക്കാവുള്ളൂ. അധികം വെള്ളം ഒഴിച്ച് ഒരുപാടങ്ങ് ലൂസാക്കി കളയേണ്ട കാര്യമില്ല. അങ്ങനെ ലൂസാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും നമുക്കത്. അതുകൊണ്ട് പാകത്തിന് നനഞ്ഞ് കിട്ടിയാൽ മതി. ആ നനവ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പാകത്തിനാണ് ഞാനത് മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് വലിയ ബക്കറ്റിനകത്തേക്ക്
കോരിയിടാവുന്നതാണ്. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ആ പൂച്ചട്ടിയുടെ ചുവട് ഭാഗമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കട്ടി വേണമെങ്കിൽ ആ കട്ടിക്ക് അനുസരിച്ച് ചുവട് ഭാഗം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇത് വലിയ കൊൾസ്റ്റാർ ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം എനിക്കതിനകത്തുനിന്ന് ലെവൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി അത് നന്നായിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടി കുറച്ച് പരുക്കനും കൂടി ഇട്ടിട്ട് ചെറിയ കൊൾസ്റ്റാറും കൊണ്ട് ഫില്ല് ചെയ്ത് ലെവലാക്കാവുന്നതാണ്. ഇപ്പോൾ പൂച്ചട്ടിയുടെ ചുവട് ഭാഗം ആയിക്കഴിഞ്ഞു. നമുക്ക് ചെറിയ ബക്കറ്റ് എടുത്ത് വെച്ചതിന് ശേഷം എടുത്ത് വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പിലാണ് നമ്മളിനി പരുക്കനിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബക്കറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഒതുക്കി ഉറപ്പിച്ച് വയ്ക്കണം. കാരണം ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ അത് പൊങ്ങിപ്പോരാതിരിക്കാനും ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ഫില്ല് ചെയ്യാം. കുറച്ച് ഭാഗം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. ബക്കറ്റിൻ്റെ ചുറ്റും കുറേ ഇട്ടതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഒരു കമ്പി കഷ്ണം കൊണ്ടുവന്നിട്ട് നമുക്കതിൻ്റെ ഇടയ്ക്ക് ഇടാൻ പാകത്തിന്, കമ്പി തന്നെ വേണമെന്നില്ല, ഇടയ്ക്ക് ഇട്ട് നമുക്കൊന്ന് താഴോട്ട് കുത്താവുന്ന രീതിയിൽ നന്നായിട്ട് ഏത് ഉപകരണം വേണമെങ്കിലും എടുക്കാവുന്നതാണ്.
ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. ഇനി നമുക്കതിൻ്റെ നടുക്ക് ആ ബക്കറ്റിനകത്ത് വെയിറ്റ് വെച്ച് കൊടുക്കാം. വെയിറ്റ് വെച്ച് കൊടുത്തില്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ പരുക്കനിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ഈ പരുക്കൻ താഴേക്ക് ഇറങ്ങി പോയിട്ട് ബക്കറ്റ് പൊങ്ങി പോകുന്നുണ്ടിരിക്കും. ഇനി ഇത് 8 മണിക്കൂർ കഴിയുമ്പോൾ അതെടുത്ത് മാറ്റണം. അതിന് ശേഷം നമുക്ക് 2 ദിവസം വെള്ളം ഒഴിച്ചിടണം, 2 ദിവസം വെയിലത്ത് വയ്ക്കണം. എന്നിട്ട് വേണം ബക്കറ്റിൻ്റെ സൈഡും അടിഭാഗവും സൈഡും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൊട്ടി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ പറ്റി വെച്ചിരിക്കുന്നതായതുകൊണ്ട് ഒരിക്കലും നമുക്കത് വിട്ടു പോരാതിരിക്കില്ല. ഉണങ്ങിക്കഴിയുമ്പോൾ വിട്ടു പോകുന്നുള്ളൂ. ഇതുപോലെ തട്ടി കഴിയുമ്പോൾ അത് ചാടും. ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി അതിൻ്റെ നടുക്കൊന്ന് ഹോൾ ചെയ്യണം. നടുക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മണ്ണും വളമൊക്കെ ഇട്ടിട്ട് ഏത് പൂച്ചെടിയാണോ പച്ചക്കറിയാണോ എന്ത് വേണമെങ്കിലും നടാൻ ഉദ്ദേശിക്കുന്നതെന്ന് അത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പൂച്ചെടിയാണ് നട്ട് പിടിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മണ്ണിട്ട് നിറച്ചതിന് ശേഷം മണ്ണും വളവും കൂടെ കൂട്ടി ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. എന്തെങ്കിലും ജൈവവളമൊക്കെ കൂട്ടി ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മനോഹരമായ ഒരു പൂച്ചട്ടിയുണ്ട്. അതിനകത്ത് നമ്മൾ ആവശ്യമുള്ള പൂച്ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. വൈറ്റ് സിമൻ്റ് അടിച്ചിട്ട് കളറൊക്കെ കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്.